الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ളേ പരിശുദ്ധ സത്യവിശ്വാസിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തെ നിർദ്ദേശനത്തെ ಜೀವನದ ಎಲ್ಲ ಭಾಗದಲ್ಲೂ ಕಾತು ಸೂಕ್ಷಿಕೊಂಡು ಚಂತು ಸ್ವಂತ ನಫ್ಸರ ಮರ್ಕಂಟ ಓರೋತರಿಗೆ ಉಪದೇಶ ಹಾಕಿಂಟಿಲ್ಲ, ವಸಿಯತ್ ಹಾಕಿಂಟಿಲ್ಲ. ಜೀವನದ ಎಲ್ಲ ಘಟ್ಟത്തിലും അള്ളാഹുടെ സൂക്ഷിച്ചിട്ട് ജീവനാക്കരെ യഥാർത്ഥ മുത്തഖ്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ സത്യവിശ്വാസിമാരെ, ഇൻ്റെ കൂടെ ക്ലാസ്സിಗೆ തന്നെ ಸಬ್ಜೆಕ್ಟ್ ಐತಿಕರು ಬದ್ರ್ ಸಂದೇಶ ಚೊಲ್ಲಿದೈತಿಕರು. ನಿಮ್ಗೆಲ್ಲರೂ ಗೊತ್ತಿನ ಪಲ ಹಿಜ್ರ 2ാമത്തെ ವರ್ಷ ഇസ്ലാം യുദ്ധത്തിന് അനുമതി കൊടുത്തതിൽ പിന്നെ നടന്ന 1ാമത്തെ യുദ്ധ ಐತಿಕರು ബദ്ർ യുദ്ധ ചൊല്ലിയത്. ಇದಕ್ಕೆ ബദ്ർ യുദ്ധ ചൊന്ത് പേര് പറഞ്ഞു കാരണ ബദ്ർ ചൊല്ലിയ പക്കത്തിൽ നടന്നതായിട്ട് കൊണ്ടൈത്തിക്കറ് ഈക്ക് ബദ്ർ യുദ്ധ ചൊന്ത് പേര് ಬಂದ കാരണ. അതേപോലെ ഉഹുദ് യുദ്ധം നടന്ന കൈക്ക് ഉഹുദ് ചൊല്ലിയ പേര് പറഞ്ഞു കാരണ അത് ഉഹുദ് ചൊല്ലിയ പക്കത്തിൽ നടന്നത് കൊണ്ടൈത്തിക്കറ്. അതേപോലെ ഖന്ദക്ക്, ഖൈബർ, ഇങ്ങനെ അതത് പ്ലേസിൽ അതത് ജാഗയിൽ നടന്നത് കൊണ്ടൈത്തിക്കറ് അങ്ങനത്തെ ഒരു പേര് പറഞ്ഞു കാരണം. അപ്പോൾ ബദർ ചൊല്ലിയ പക്കത്തിൽ നടന്ന ഒരു യുദ്ധ ಐತಿക്കറ് ബദർ യുദ്ധം. ചരിത്രം ನಾನು വിശദീകരിക്കില്ല. ഒരു അല്പം ಐತಿക്കറ് ಅದರ വിഷയത്തിൽ ನಾನು ചരിത്രം ചൊല്ല ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും ಗೊತ್ತಿನ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത നേതാവായിട്ടിന്ത് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും ಬೇನಾയ ആളായിട്ടിന്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം ചെന്നെങ്കിൽ അങ്ങൊരു അമാനത്തായിട്ട് എന്ത് ബേക്കറുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുട്ട എടുത്ത് വന്ന് വെച്ചു ഇന്നോർ അത്ര ധൈര്യമായിട്ടിന്ത്. കാരണം അങ്ങെല്ലാവരും എല്ലാ നംത്തിലെ ബെടക്ക് തർന്നിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് മുന്നോത്തെ കാലഘട്ടത്തിലും തൻ്റെ ജീവിതത്തെ പരിശുദ്ധിയാക്കി ആ രൂപത്തിൽ പരിശുദ്ധത്തോടു കൂടി കാത്തു സൂക്ഷിച്ചുകൊണ്ട് വന്നത്. കാരണം അത് അള്ളാഹുടെ തീരുമാനമായിത്തിക്കത്. അള്ളാഹുടെ പ്രവാചകനായിട്ട് തിരഞ്ഞെടുക്കുന്നതിന് മുന്നോലേ അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രീതിയിലായിത്തിക്കത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജീവിതത്തെ അള്ളാഹു സുബ്ഹാനഹു തആല കൊണ്ടുവന്ന ഒരു രൂപത്തിലെ യാറ് കൂടി അവിടെ നിന്ന് കാണുക കിട്ടിയില്ല എന്ന്. അതുകൊണ്ട് അങ്ങ് ഭാര്യ പിരിസാക്കുന്നവർ എല്ലാ ആൾമാരും മക്കത്തെ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ.
എന്തെങ്കിലും 40 ವರ್ಷമായാൽ പിന്നെ നുബുവത്ത് ഇറങ്ങിയാൽ പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ಬಂತು വഹീയുടെ അവതീർണ ആയാൽ പിന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നാൾ എല്ലാവരും ഒരു പർവ്വതത്തേക്ക് വിളിച്ചിട്ട് അവിടെ ഉള്ള എല്ലാ ആൾമാർ മുഹമ്മദല്ലേ വിളിക്കരേ ചൊന്തു എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച പക്കത്ത് കടന്നു പോയവരും തീരാത്തങ്ങ പോലും പർവ്വത പറ്റി പോയവരും അങ്ങനെ തൻ്റെ റായത്തെ ആൾമാർ അതായത് മക്കത്തുള്ള ആൾമാർ എല്ലാവരും എത്തിയവരു നബിയുടെ മുന്നോലു ആ സന്ദർഭത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ റസൂലും അങ്ങനെ മുന്നുള്ള ഒരു പലക്ക വെച്ചിട്ട് ഈ പർവ്വതത്തെ പേരോട്ടിലു നിങ്ങൾ ഒരു ശത്രു സൈന്യ അക്രമിക്കൊക്കെ ബണ്ടെന്ന് ചൊന്നെങ്കിൽ നാ ചൊന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കടോറാ അതായത് ഇപ്പം ഞങ്ങൾ ഒരു പർവ്വതത്തെ മേലുള്ള ഇതിൻ്റെ പെറുഭാഗത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരും അക്രമിക്കൊക്കെ ഒരു സൈന്യ ബണ്ടിട്ട് നാൻ ചൊന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കടോറാ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശ്നം കേട്ട് അപ്പോൾ എല്ലാവരും ഒരു അഭിപ്രായം ഇല്ലാണ്ട് ചൊന്നോರು ಅದೇ ഞങ്ങൾ വിശ്വസിക്കിற കാരണം നീ അൽ അമീൻ ആയിട്ടിക്കിற വിശ്വസ്തനായിട്ടിക്കിற ഒരിക്കലും ഞങ്ങളുടെ കളവ് വഞ്ചന നീ ചൊന്നിട്ടില്ല ആ സന്ദർഭത്തിലായിട്ടിക്കിറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മുന്നുള്ള ഒരു വിഷയ വയ്ക്കിറ് ആ ശത്രു സൈന്യ നിങ്ങളെ ಬಂತು അക്രമിക്കിற കാണ്ടി നിങ്ങൾക്കൊരു വേദനാഭരിതമായ ശിക്ഷ ബണ്ടെದ್ರ വിഷയത്തിൽ മുന്നെച്ചരിക്ക തരണുകേനായിട്ട് അള്ളാഹു നൻ്റെ പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്തറ അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലോರು നിങ്ങൾ ಗೆಂದೋರು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മുന്നോട്ട് ചൊല്ലുന്ന വെച്ച ഒരേ ഒരു പലക്കൈത്തേക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലോರು നിങ്ങൾ വിജയിക്കണോರು ಗೆಂದಿರೋರು അപ്പത്തേക്കറ് ഈ ലാ ഇലാഹ ഇല്ലല്ലാ മനസ്സിലായ ഒരേ ഒരു മനുഷ്യ ഫസ്റ്റ് അതാറ് ചൊന്നെങ്കിൽ അബൂ ലഹബ് ഐത്തിക്കറും അബൂ ലഹബുക്ക് പിടുത്തക്കെടുത്ത് ഈ ഒരു അവസ്ഥ ഇന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന ഈ ലാ ഇലാഹ ഇല്ലല്ലാ ഇന്ന് എവിടെയായിട്ട് ഞങ്ങൾ എത്തപ്പാട്ടെ ചൊന്തുള്ള ഒരു പിടുത്ത ആർക്കെടുത്ത് അബൂ ലഹബുക്കെടുത്ത് കാരണം അബൂ ലഹബു കാബാലത്തെ പൂജാരി ആയിട്ടിന്ത് പൂജാരി ചൊന്നിട്ടെങ്കിൽ കാബാലത്തെ ഉൾകൊള്ള 300 ചില്ലറയുടെ വിഗ്രഹത്തെ ആരാധിച്ചിട്ട് കൊടുക്കുന്ന ഒരാൾ അങ്ങനത്തില്ലേ ഓരോരോ പൂജാരിമാരിക്കണോರು അപ്പം അബൂ ലഹബുക്ക് ബിസിയെ പിടുത്തക്കെടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിച്ചെങ്കിൽ തൻ്റെ പണി പോവും അതൈത്തിക്കറ് എല്ലാവർക്കും പ്രയാസം അതൈത്തിക്കറ് തൗഹീദ് അംഗീകരിക്കുക പല ആൾമാർക്ക് പ്രയാസം അത് അംഗീകരിക്കുക അതേ ഐത്തിക്കറ് കാരണം ബയറും കീശവും കാലിയായിട്ട് പോകും ഇതായിട്ടിക്കറ് അബൂ ലഹബുക്ക് ಬಂದ ഒരു പേടി അവിടെ എന്തായിട്ടിക്കറ് ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിച്ച് 300 ചില്ലറ വിഗ്രഹത്തെ ഞങ്ങൾ ബുടോകുമുണ്ട് ബുടോഗ് ಬಂದಂಟಾയി പിന്നെ കാബാലത്ത് മുട്ട ആറും പറ 2 മുട്ട അപ്പ ഇട്ടിക്കറ് എണിച്ചിട്ട് ഒരേ ഒരു പലക തബ്ബൻ ലക യാ മുഹമ്മദ് അൽ ഹാദാ ജമാഅതന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കിയിട്ട് ശാപവാക്കിയിട്ട് ഒന്നാമത്തെ ആളായിട്ട് നബിയുടെ കുടുംബമേ എത്തിക്കറ് ഭർത്താവല്ല നബിയുടെ കുടുംബം എത്തിക്കറ് അബൂ ലഹബു തബ്ബൻ ലക യാ മുഹമ്മദ് നിക്ക് നാശമൈത്തിക്കറ് അത്രത്തോളം ആ മക്കത്തെ ആൾമാരുടെ ബായിൽ നിന്ന് അങ്ങനത്തൊരു ഫലക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടില്ല തബ്ബൻ ലക യാ മുഹമ്മദ് അൽ ഹാദാ ജമാഅതന ഞങ്ങൾ ഊടേക്ക് ജമ ആക്കിയിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് ഇത് ചൊല്ലോകാനേന്ന് എന്നിട്ട് അതേ അബൂ ലഹബ് അതേ ലഫ്ലുൽ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഉത്തര കൊടുത്ത തബ്ബത് യദാ അബീ ലഹബിൻ വതബ് അബൂ ലഹബ് അവൻ നശിച്ചു പോയവൻ ചൊന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലഹബിൽ സൂറത്ത് മസദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാಡ್ತಂಡ ಅದೇ ಲಫ್ಲುಲು ತಬ್ಬನ್ ಲಕ ಯಾ ಮುಹಮ್ಮದ್ ಚೊಂತ ಉಪಯೋಗಕ್ಕೆ ಅದೇ ಪದದಲ್ಲಿ ತಬ್ಬತ್ ಯದಾ ಅಬೀ ಲಹಬಿನ್ ವತಬ್ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆല ആ മനുഷ്യൻ്റെ നരകത്താൽ ചൊന്തു അള്ളാഹു വിശുദ്ധ ഖുർആൻ പഠിപ്പാಡ್ತಂಡ ഔടുൽ നിന്തൈത്തിക്കറ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് പ്രയാസത്തെ നേരിട്ര് കഷ്ടപ്പാട് നേരിട്ര് ബുദ്ധിമുട്ടുകളെ നേരിട്ര് അത്രത്തോളം ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത നേതാവായിട്ടിക്കറ് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഈ പ്രബോധനയുടെ ആ റായത്താൽമാർ മുന്നോൽ ഇങ്ങനെ പ്രബോധനാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ആൾമാർ പ്രയാസത്തെ മേൽ പ്രയാസം കൊടുക്കുക വന്നു കഷ്ടപ്പാടിന് മേൽ കഷ്ടം കൊടുക്കുക വന്നു നബി എന്തും അങ്ങനെ ഒരു ദുനിയാവ് പരമായ എന്തെങ്കിലും ഒരു വിഷയത്തെ ആഗ്രഹിച്ചതല്ല നബി പ്രയാസം അനുഭവിക്കുന്നത് ഒരു അധികാരമ അല്ലെങ്കിൽ പൈസ കാശിൻ്റെ വിഷയത്തില അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പക്കത്തെ വിഷയത്തില എന്തുമല്ല
കാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നതിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസം എത്ര തോൽ ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഷേബ് അബൂ താലിബ് ചൊല്ല ഒരു ഇതൊക്കെ പർവ്വതത്തെ സൈഡ് കടത്തി വരും. നബിയും നബിയുടെ മേൽ വിശ്വാസം വെച്ച ആൾമാർ അവിടെ ഫുഡ് എടുത്തപ്പോണ്ടെങ്കിൽ തടഞ്ഞോറും പട്ടിണിയിൽ ഇത്തോറും എത്ര തോൽ ചൊന്നിട്ടായെങ്കിൽ പച്ച ഇല തിന്നിട്ടായിട്ടിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബയർ നടിച്ചിട്ട് ചരിത്രം കാണ്ട് അങ്ങനെ മോശൻ സാന്ത പച്ച കളർ വന്നിട്ടുണ്ട്. കാരണം ഇല തിന്നിട്ട് ജീവിച്ചോറും ഒരാളും ഫുഡ് എടുത്ത് പോകണമെങ്കിൽ അവിടെ അനുവദിക്കില്ല. ബഹിഷ്കരിച്ചോറും രായത്തിൽ ദൂരെ വെച്ചോറും നിങ്ങൾക്ക് കൂടെ പക്ക ഇല്ലാന്ന് ചൊന്നോറും എത്രത്തോളം നബിയുടെ മേൽ വിശ്വാസം വെച്ച ആൾമാർക്ക് പ്രയാസം കൊടുക്കുക സുറായിക്കോറും അല്ലേ. യാസിർ കുടുംബ ചൊന്ന് തരയിൽപ്പെട്ട കുടുംബമുണ്ട്. എത്ര വലിയ പ്രയാസ, എത്ര വലിയ കഷ്ടപ്പാട്. സ്വന്ത അതെ മോൻ്റെ മാപ്പിളുടെ എതിരു സുമയ്യ റളിയല്ലാഹു അൻഹ ഇട്ടിട്ടങ്ങ വധിച്ചോറും കൊന്നു കഴിഞ്ഞോറും ഇതിനെ നോക്കിക്കൊണ്ടുണ്ടു മോനും സ്വന്ത സുമയ്യ റളിയല്ലാഹു അൻഹയുടെ മോനും മാപ്പിളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം ചൊന്ന പലക്ക സബ്റൻ യാസിർ, യാസിർ കുടുംബമേ സ്വബർ എടുക്കുവാർനിങ്ങ. അപ്പം യുദ്ധത്തിൽ പുറത്തായിട്ടില്ല, അപ്പം യുദ്ധത്തെ ഒരു അനുമതി കിട്ടിയിട്ടില്ല. അപ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാസിർ കുടുംബമേ സ്വബർ എടുക്കും. കാരണം സ്വന്തം മാപ്പിളയുടെ മോൻ്റെ എതിരു ആ പെഞ്ഞായിട്ടും അതേപോലെ ഉമ്മയുടെ കൊന്നു കളയുമ്പോൾ എന്താവും. അതേപോലെ ആറും കേക്കോ ഗതിയില്ലാത്ത ബിലാൽ റളിയല്ലാഹു അൻഹു വിശ്വാസം വെച്ചിട്ട് നമുക്ക് ചരിത്രം കൊണ്ടുണ്ടു അല്ലേ. ഉടുക്കൊക്കെ തുണി പോലും ആ മനുഷ്യക്കില്ല. എന്നിട്ട് പ്രയാസത്തെ കൊടുത്തോറും മറുഭൂമിയിൽ വലിച്ചു കൊണ്ടുപോയോറും ഇതൊക്കെ അനുഭവിക്കുക വന്നേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നത്തേക്ക് കൊണ്ടേ. അങ്ങനെ ഇട്ടിക്കറ് മക്കത്തിൽ ഇസ്ലാം ദീൻ അനുസരിക്കുന്ന പോലത്തെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയിട്ട് കൃത്യമായിട്ട് അള്ളാഹു ഇബാദത്തിന് സമർപ്പിക്കുക സാധ്യമില്ല അവിടെ. അത് നഷ്ടപ്പെട്ടു പോയിട്ടാകുമ്പോഴത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಟಿಗೆ യുദ്ധಕ್ಕೂ ചൊന്നല്ല അവിടെ ഹിജ്റ പോണു ചൊന്നി. ഈ റായത്തിൽ നിങ്ങൾക്ക് തേക്കുകാവില്ല, അതുകൊണ്ട് ഹിജ്റ പോണു. അങ്ങനെ ഹിജ്റത്തെ ഘട്ടന ഞങ്ങൾ പഠിച്ചതാ. ഞങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യത്ഭുതമായിട്ട് ഹിജ്റ പോയിട്ട് മദീനത്തേക്ക്. ആ മദീനത്തേക്ക് ഹിജ്റ പോകുമ്പോൾ നബിയുടെ കൂടെ പല സ്വഹാബത്തും പോയോറു. എങ്ങനെ പോയോർ ചൊന്നെങ്കിൽ വലിയ വലിയ പൈസക്കാർമാർ ഇന്നൊറതിൽ സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഞങ്ങൾക്ക് അതിൽ മനസ്സിലാക്കിയിട്ട് അതിൽ ഇങ്ങനെ മദീനത്തെ ഹിജ്റ പോകേണ്ട സമയത്തിൽ ശത്രുങ്ങളെ കണ്ണ് തപ്പാട്ടിട്ട് പോകുമ്പോൾ ശത്രു അങ്ങനെ അതിലെ കണ്ടുപിടിച്ചോറു. അങ്ങനെ കണ്ടുപിടിച്ച് നിപ്പാട്ടിയോറു സുഹൈബ്, നീ മക്കത്തേക്ക് ദരിദ്രനായിട്ട് വന്നേ ഇവിടെ നീ കുറേ ഉണ്ടാക്കിയ സമ്പത്തല്ല, അതുകൊണ്ട് നീ ഹിജ്റ പോ, ഞങ്ങൾ എന്ത് തകരാറില്ല, എന്നെങ്കിലും നിന്റെ സമ്പത്തെല്ലാം ഇവിടെ വിട്ടിട്ട് പോകണം, അത് ഞങ്ങൾ അനുവദിക്കില്ല. മക്കത്ത് മുസ്ലിക്കിങ്ങ ചൊന്നോറും സുഹൈബ് റളിയല്ലാഹു അൻഹു അതിലെല്ലാം വിട്ടിട്ടു. അത് സുഹൈബ് ഉണ്ടല്ല, ബാക്കി എല്ലാ സ്വഹാബത്ത് അങ്ങനെ സ്വത്ത് സമ്പത്ത് എല്ലാത്തും വിട്ടിട്ടു അങ്ങ് ഹിജ്റ പോയರು. ಇಂಕು ಚೊಲ್ಲೆ ಮುಹಾಜಿರಿಂಗ ಚೊಂತು തങ്ങളെ സ്വത്ത് സമ്പത്ത് കുടുംബത്തെ എല്ലാം വിട്ടിട്ടു അള്ളാഹുടെ ദീൻ്റെ മാർഗത്തിൽ വേണ്ടിയിട്ട് ഹിജ്റ പോയെ ഈ സ്വഹാബത്ത് ചൊല്ലി മുഹാജിരീങ്ങ. എന്നിട്ട് അവിടെ പോയുമ്പോൾ അവിടെ മദീനത്തിൽ ഇന്ന സ്വഹാബത്തിന്നവർ വിശ്വാസം വെച്ചിട്ടിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോണ്ടേക്ക് മുന്നല്ലേ അവിടെ പ്രബോധനം തുടങ്ങിയിട്ട് അവിടെ ആൾമാർ ചെല്ലിയ സമയത്ത് ആൾമാർ വിശ്വാസം സ്വീകരിച്ചിരുന്നു. എന്നിട്ടെങ്കിൽ ആ മദീനത്തിലുള്ള ആൾമാർ വിശ്വാസം വെച്ച സ്വഹാബത്ത് ഈ വന്ന മുഹാജിറിക്ക് പലേണം തുല്യ സഹായത്തെ കൊടുത്തോറും. ഒരാവ് ഇന്നാൽ പാതിയവാക്കി കൊടുത്തു, കച്ചവടത്തെ ഷെയറാക്കി തിന്നൊരാൾട്ടിക്ക്. ഇങ്ങനെ എന്തെല്ലാം ഈ മുഹാജിറിക്ക് വേണു ആ രൂപത്തിൽ അതിൽ എല്ലാ രൂപത്തിലെ സഹായത്തെ ആര് കൊടുത്തോರು? അൻസാർമാർ കൊടുത്തോರು, മദീനത്തിലുള്ള അൻസാർമാർ കൊടുത്തോರು. ഇങ്ങനെ പരസ്പര സഹായിച്ച് ജീവിച്ചോರು. അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാടുത്തന്നെ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ ഈ ഇസ്ലാം ദീനിക്ക് മുൻകടന്നു പോയ സ്വഹാബത്ത്, മുഹാജിരീങ്ങായ സ്വഹാബത്ത്, അൻസാർമാരായ സ്വഹാബത്ത് അള്ളാഹു അങ്ങനെ തൃപ്തിപ്പെട്ട ആരങ്ങലും പിൻപറ്റിയവർ അങ്ങലും അള്ളാഹു തൃപ്തിപ്പെട്ട ചൊന്തു വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല. കാരണം അങ്ങ് അള്ളാഹുടെ തൃപ്തി മാത്രം ആഗ്രഹിച്ചിട്ട് ഈ ഒരു ഹിജ്റ പോയത്. ഇതായിട്ട് സ്വഹാബത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കോടെ. എന്നിട്ട് മദീനത്ത് പോയാൽ പിന്നും പാടും മുശ്രിക്ക് ഇങ്ങനെ പ്രയാസ ഉപദ്രവം തുടങ്ങും സുറൈത്ത്. അത് എങ്ങനെ ചൊന്നിട്ടായെങ്കിൽ ഒരു കച്ചവട സംഘ പുറത്താവിടും മക്കത്തിൽ നിന്ന്.
അബൂ സൂഫിയാൻ അടക്കമുള്ള നേതൃത്വമുള്ള ഒരു കച്ചവട സംഘ സാമു ചെന്നെങ്കിൽ ഇന്നത്തെ പാലസ്തീനിಗೆ എത്തിക്കറ് ആ കച്ചവട സംഘ. അബൂ സൂഫിയാൻ അപ്പ മുസ്ലിം ആയിട്ടില്ല, മുശ്രിക്കത്തിലിന്ത്. ആ സന്ദർഭത്തിൽ ഈ കച്ചവട സംഘ സാമു കടന്നു പോകുമ്പോൾ ഇതിൽ ബണ്ട ലാഭത്തെ മദീനത്തിലുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്യായമാരും ഞങ്ങൾ നിർമൂലനാക്കണു ഉദ്ദേശം അതൈത്തിക്കറ ആ കച്ചവടത്തെ. അങ്ങനെ ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിട്ടാകുമ്പോൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കച്ചവട സംഘത്തെ തടയോഗു തീരുമാനിക്കരുത്. യുദ്ധത്തിലല്ല, തടയോഗു. അങ്ങ കച്ചവടത്തിൽ തിരിച്ചു പറയുമ്പോൾ അങ്ങനെ തടയുണ്ടങ്ങ. കാരണം അതിന് ലാഭം കൊണ്ടൈത്തിക്കറ് ഞങ്ങൾ അങ്ങ് നിർമൂലനാക്കിற ചൊന്തൈത്തിക്കറി ഈ ഒരു കച്ചവടത്തിൽ പടുത്തായിര്. ആ സന്ദർഭത്തിൽ അബൂ സൂഫിയാനിಗೆ ഈ വിഷയം കിട്ടറ് മുഹമ്മദ് അന്യായിമാർ ഞങ്ങളെ തടയോഗു പടുത്തായിടോറും. അങ്ങനെ മക്കത്തിലെ ഷാമുൽ നിಂತು ಬೇರೆ ഒരു തെരു മുഖാന്തര അബൂ സൂഫിയാൻ എങ്ങനെ മക്കത്തിಗೆ എത്തിറ്. മക്കത്തിಗೆ എത്തുമ്പോൾ മക്കത്തിಗೆ എത്തിട്ടാകുമ്പോൾ അബൂ ജഹൽ മുശ്രിക്കീങ്ങൾ ലീഡർമാരിൽ ഒരു ലീഡർ അബൂ ജഹലിൻ്റെ അടക്കമുള്ള ആ ഒരു ലീഡർമാട്ടെ അബൂ സുഫിയാൻ ചൊന്തു മുഹമ്മദും സംഘം പടുത്തായിടോറും യുദ്ധത്തിന് പടുത്തായിടോറും. വാസ്തവത്തിൽ അവിടെ യുദ്ധത്തിൽ പടുത്തായിടല്ല, കച്ചവട സംഘത്തെ തടയോഗ അങ്ങ് പടുത്തായി. അങ്ങനെ അങ്ങ് പടുത്തായറു. അതുകൊണ്ട് അബൂ ജഹലിട്ട് ഈ വിഷയം ചൊന്നപ്പ അബൂ ജഹലും അടക്കമുള്ള ഒരു സൈന്യ മക്കത്തിൽ നിന്ന് പടുത്താവിടും. അപ്പം അബൂ സൂഫിയാൻ ഒരു പലക ചൊന്തു, വേണ്ട ഞങ്ങൾ ഒരു യുദ്ധത്തിൽ പോണ്ടേ വേണ്ട. അപ്പോൾ അബൂ സൂഫിയാൻ ഒരു പലക ചൊന്നു, കാരണം ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടത് ബന്ന മാർഗമായിട്ട്, അതുകൊണ്ട് ഒരു യുദ്ധത്തെ പടുത്താവിടെ വേണ്ട എന്നെങ്കിൽ അബൂ ജഹലിക്ക് അത് തിരസ്കാരാക്കി ആ പലക്കത്തെ. അബൂ ജഹൽ അടക്കമുള്ള 1000കണക്കിന് സൈന്യ മക്കത്തിൽ നിന്ന് പടുത്താവിടും. എങ്ങനെ പടുത്താവിടെ ചൊന്ന ഖുർആൻ ചൊല്ലു, അഹങ്കാരത്തോടു കൂടി അങ്ങ് പടുത്താവിടെ. ഖറജു മിൻ ദിയാരിഹിം ബതറൻ വറിആ അന്നാസ്. അവിടുള്ള ആൾമാർക്ക് കാണ്ട രൂപത്തിൽ അഹംഭാവത്തിൽ ആയുധ സാമഗ്രിയോടു കൂടി 1000കണക്കിന് സംഘ അതെ മക്കത്തിൽ നിന്ന് പടുത്താവിടും. അബൂ ജഹലിന്റെ പടുത്താവിടെ വിഷയത്തിൽ ഖുർആൻ ചൊല്ലി മുശ്രിക്കീങ്ങളെ ഖറജു മിൻ ദിയാരിഹിം ബതറൻ വറിആ അന്നാസ്. അങ്ങനെ ഔത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ആ പക്കത്തിൽ നിന്ന് അങ്ങ് അഹംഭാവം കാട്ടി പടുത്തായവർ. കാരണം 1000കണക്കിന് വലിയൊരു സൈന്യം എത്തിക്കരുത്. ഈ വിഷയം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരക്കിട്ട് മക്കത്തിൽ നിന്ന് ഒരു സൈന്യ പടുത്തായത്. മക്കത്തിൽ നിന്ന് വലിയൊരു സൈന്യ പടുത്തായത്. അപ്പോഴത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിരീങ്ങായ അൻസാർമാരായ സ്വഹാബത്തെ വിളിക്കരുത്. സ്വഹാബത്തെല്ലാവന്നെ എന്നെങ്കിലും മുഹാജിരിങ്ങ നേരത്തെ ചൊന്നെ ബന്നങ്ങ അൻസാർമാർ അവിടെ. കാരണം അൻസാർമാരായ സ്വഹാബത്ത് ബയ്യാത്താക്കിന്നോರು മദീനത്ത് ഉൽഗനങ്ങ സഹായിക്കറ ബദറിനടുക്കിற മദീനത്തെ പുറത്തേറ്റിക്കരുത്. അതുകൊണ്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കൂട്ടരെ വിളിക്കരുത്. അഭിപ്രായം എടുക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ അഭിപ്രായം എടുക്കരുത്. അത് ഒരു നേതാവുടെ ഒരു രീതിയായിട്ടിക്കരുത്. ഒരു നേതാവ് ചൊല്ലി ഒരു മനുഷ്യൻ എപ്പോഴും ഒരു വിഷയം സ്വന്തം അഭിപ്രായം എടുക്കില്ല, ബദലായിട്ട് തൻ്റെ മുട്ടുള്ള ആൾമാരെ കൂട്ടിയിട്ട് അഭിപ്രായം എടുക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ അത് അഗത്യത്തിൽ എടുക്കരുത്. എന്നിട്ടും തൻ്റെ സ്വഹാബത്തിൽ വിളിച്ചിട്ട് അഭിപ്രായം എടുക്കരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ മക്കത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സൈന്യ പടുത്താടു, എന്തിന് നിങ്ങൾ അഭിപ്രായം? അപ്പൊ എല്ലാ സ്വഹാബത്ത് ചൊന്നോರು അള്ളാഹിന്റെ റസൂലെ നിങ്ങൾ പടുത്താവರು നിങ്ങളെ പേരോ ഞങ്ങളില്ല. അണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിട്ടിಗೆ മൂസാ നബിയുടെ കൗമു ചൊന്ന പോലെ ഞങ്ങൾ ചൊല്ലില്ല റസൂലെ നിങ്ങൾട്ടിಗೆ അല്ലേ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതെ അമാലിക്ക ചൊല്ല് ഗോത്രത്തൊട്ടിಗೆ ഒരു യുദ്ധത്തിക്ക് തൻ്റെ അനുയായിമാരെ വിളിക്കുന്ന സന്ദർഭത്തിൽ ആ അന്യായിമാർ മൂസാ നബിയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു പലക്ക് ചൊന്നോರು ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്ന ഹാവുന ഖായിദൂൻ. മൂസ നീനും നിന്റെ റബ്ബ് പോയിട്ട് യുദ്ധാക്കറു, ഞങ്ങ പണില്ല ഞങ്ങോട് ദയിക്കറ. ആർട്ടി ചൊന്നി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അനുയായിമാർ മൂസാ നബിയുടെ ചൊന്ന പലക്ക, മൂസ നീനും നിന്റെ റബ്ബ് പോയിട്ട് ആ ഗോത്രത്തൊട്ട് യുദ്ധാക്കറു, ഞങ്ങ പണ്ടില്ല ഞങ്ങ ദയിക്കറ. വിശ്വാസം വെച്ച ആൾമാരെ അത് മൂസാ നബിയുടെ ആ ബനൂ ഇസ്രായേൽ ചൊല്ലി ആ ചരിത്രം പഠിക്കും. സൂറത്ത് ഖസസിൽ അള്ളാഹു സുബ്ഹാനഹു മൂസാ നബിയുടെ ബലവാണികം ആ രൂപത്തിൽ ചരിത്രം അള്ളാഹു സുബ്ഹാനഹു പഠിപ്പട്ടണ്ട. ഉന്നത്തിയും അവനത്തിയും ആ സമുദായത്തിൽ ഞങ്ങൾക്ക് കാണോക്കിട്ട് ഒന്നിതല്ലേ. ആ സന്ദർഭത്തിൽ ഈ സ്വഹാബത്ത് ചൊല്ലേ അങ്ങ് ചൊന്ന പലക്ക നബിയെ നിങ്ങളുടെ ഞങ്ങൾ ചൊല്ലില്ല, നിങ്ങൾ പോറു നിങ്ങൾ ഒരു തന്നിങ്ങ് തുള്ളു ചൊന്ന നബിയെ ഞങ്ങൾ എടുത്ത് പോയിട്ടുള്ള എന്തൊക്കെ പ്രശ്നം കേൾക്കില്ല നബിയെ. അങ്ങനെ സ്വഹാബത്ത് ധൈര്യം കൊടുത്തോರು 2 കൂട്ട ആൾമാർ അപ്പുറത്തിൽ നിന്നു സൈന്യ മദീനത്തിൻ സൈന്യ ബദർ ചൊല്ല പക്കത്ത് അങ്ങ് എത്തുപെട്ടോറും. ബദർ ചൊല്ല പക്കത്ത് അങ്ങ് കടന്നു പണ്ടോറും.
ബദർ നടക്കുന്ന 302 ജാവും ജണ്ടാലും അങ്ങ് ഉള്ള പക്കത്ത് ടെൻറ്റും ഇട്ടത് തെച്ചോറും. അതെ, അബൂജഹലിന്റെ അടക്കമുള്ള അബൂജഹൽ ഉള്ള പ്ലേസ് അങ്ങ് ടെൻറ്റിന്റെ പക്ക ആ പക്കത്തിൽ അങ്ങ് 2 ജാവ് കൊസിപ്പട്ടോറുണ്ടായിട്ട് ചരിത്രം ഞങ്ങൾക്ക് പഠിപ്പാത്തന്നെ. കാരണം അങ്ങൾത്തെ ആയുധ ആൾമാറുള്ളവർ ബറാബരി ആയുധ സാമഗ്രി ഉണ്ട്, യുദ്ധ ഗൊന്തുല്ല ആൾമാറുള്ളവർ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എന്നെ അങ്ങ് പിടികിട്ടിയത് കൊറിയ ആൾമാറില്ലേ, യുദ്ധ ഗൊന്തില്ല അങ്ങ്, യുദ്ധ ആയുധ സാമഗ്രി പോലും അങ്ങൾത്തെ ഇല്ലാണ്ട് ഈ അബൂജഹലിക്ക് വിവരം കിട്ടിട്ടാകുമ്പോൾ 2 ജാവ് വണ്ടയുടെ അർത്ഥത്ത് അതിൽ നിന്ന് ഫുഡാക്കി തിന്നിട്ട് നല്ല കൊസിപ്പട്ടോറും മനസ്സിലാക്കുന്നു. ആ റൈറ്റിക്കർ ബദർ 2 കൊസിപ്പട്ടേ സമുദായം മനസ്സിലാക്കണം. ബദറിനടുക്കര 302 ഏത് കൂട്ടറൈറ്റിക്കർ സന്തോഷിച്ചിരെ ഭക്ഷണം ഉണ്ടാക്കി തിന്നിട്ട് ഏത് കൂട്ടറായിട്ട് സന്തോഷിച്ചോ ഈ സമൂഹം മനസ്സിലാക്കണു. നേരെ മറിച്ചിട്ടായിട്ട് ഇപ്പോഴത്തെ ടെൻറ്റ് അവസ്ഥ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് അങ്ങനെ ടെൻറ്റിൽ ദിക്റിലും പ്രാർത്ഥനയിലും തസ്ബീഹിലായിട്ടുള്ളവരും പ്രാർത്ഥനയിലായിട്ടിക്കണോറും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിലായിട്ടുണ്ടു. എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു ചൊന്നല്ലേ ആ സ്വഹാബത്തരെ 2 ജാവുകു, അതായത് ബദർ നടക്കുന്ന 302 ജാവുക അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ വറക്കി വിട്ട. എങ്ങനെ ചൊന്നിട്ടെങ്കിൽ ഇത് ആ സ്വഹാബത്തുള്ള ടെൻറ്ററെ പക്കത്ത് അല്ലാഹു സുബ്ഹാനഹു തആല മലയുടെ ഇറക്ക തന്നിടെ ഇറക്ക. ആ തന്നി ഭൂമിക്ക് വന്നിട്ടാകുമ്പോ ആ മറുഭൂമിക്ക് പൂന്താകുമ്പോ അതിലുള്ള സംപ്പ് കാത്തുങ്ങ അങ്ങനെ മനസ്സിക്ക് പോയി തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല വറക്കി വിട്ട നിർഭയത്വത്തോടു കൂടി സ്വഹാബത്തില് എന്തെങ്കിലും പാതിര ജാവാകുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഞ്ചു നോക്കുമ്പോൾ അള്ളാൻ്റെ റസൂൽ വരങ്ങിയ ടെൻറ്റിൽ അള്ളാൻ്റെ റസൂൽ കാണില്ല. ഭയമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ തേടു സുറാക്കറ് ആ പക്കത്തിൽ തേടു സുറാക്കറ് നോക്കുമ്പോൾ ഒരു മരത്തെ അടിയിൽ ഒരു ബുൾപ്പ് കേൾക്കറ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നല്ല ഒരു ബുൾപ്പായി തിക്കറ്. നോക്കുമ്പോൾ അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ 2 കൈ ഉയർത്തിയിട്ട് അള്ളാഹുട്ടിಗೆ പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടു. തൻ്റെ കുഞ്ചിക്കിത്തെ തട്ട അത് കീഴുപൂന്തുണ്ട്. അത്ര ശക്തമായിട്ടുള്ള പ്രാർത്ഥനയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാൻ്റെ റസൂൽ പ്രാർത്ഥന ചൊന്ന് അല്ലാഹുവേ നൻ്റെ കൂടെ ബന്ന ആൾമാർ, അതായത് ഈ 300 ചില്ലറ സ്വഹാബത്ത് അങ്കിടോഗു ഡ്രസ്സില്ല അല്ലാ, ശരി അങ്കിടോഗു ഡ്രസ്സില്ല സരികെട്ട് അത്ര പാവപ്പെട്ട സ്വഹാബത്തായിട്ട് കിടങ്ങ. അള്ളാഹു അങ്ക് കാലുകിടോഗു ചൊറുപ്പില്ല അല്ല, അങ്ങനത്തെ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കറ്. അള്ളാഹുട്ടിಗೆ ചൊറുപ്പില്ല റബ്ബേ, അത്ര പാവപ്പെട്ട സ്വഹാബത്തായിട്ടിരിക്കുന്നവർ. അള്ളാഹുവേ അങ്ക് തിന്നകു ശരിയായ ആഹാരമില്ല അല്ലാ. അള്ളാഹുവേ ഈ ചെറിയ സംഘത്തെ ഈ ദുനിയാവിൽ നിന്ന് നശിച്ചു പോണ്ടെങ്കിൽ നിന്നെ മാത്രമേ ആരാധിക്കൂ, ആരും ഉണ്ടാവില്ല. അള്ളാഹുവേ ആര് പ്രാർത്ഥിക്കരേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെച്ച പക്കുണ്ടല്ലേ ചരിത്ര പഠിപ്പാട്ടുണ്ട്. ഇടി അന്നത്തെ ആ പക്ക ഫുള്ളു ചെണ്ടിയായിട്ട് അത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിൽ തന്നെ ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ മറിച്ചിട്ട് ആറ് കോസിപ്പെട്ടുണ്ട് അബൂജഹൽ അടക്കമുള്ള സംഘമെത്തിക്കരുത്. ഇത് കണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട കടന്നു പഞ്ചം അള്ളാൻ്റെ റസൂൽ മയ്യാവും. നിങ്ങളെ റബ്ബുട്ടിಗೆ പ്രാർത്ഥിച്ചത് മയ്യാവും. അള്ളാഹുടെ വാഗ്ദാനം പൂർത്തിയാക്കുന്ന ചൊന്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാൻ്റെ റസൂലിനെ ആ കുഞ്ച് തട്ടിട്ടിട്ട് ആ ടെൻറ്റ് കൂട്ടിയ പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിടെ പിറ്റേണ്ട് ബദർ യുദ്ധമായിട്ടിരിക്കുന്നത്. 2 ജാവ് അങ്ങനെ കല്ഞ്ഞു പോയിട്ട് പിറ്റേന്ന് ബദർ യുദ്ധമായിട്ടിരിക്കുന്നത്. എതൊരു 1000 കണക്കിലുള്ള സൈന്യമായിട്ടിരിക്കുന്നത്. ഇപ്പുറത്ത് 300 ചില്ലര. വാസ്തവത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡ് കയറ്റിയത് ഏതൊരു 10 നോക്കുന്നുണ്ടെങ്കിൽ വിജയ ഉറപ്പായിത്തിക്കറ് എന്തൊരു അംഗമായിത്തിക്കറ് 100%. കാരണം എല്ലാ നംതുല്ല യുദ്ധ പരിണിತಿ ಗೊಂತುಲ್ಲ ಆಲ್ಮಾರ್ ಆ സൈഡിലുള്ളവരും യുദ്ധ തന്ത്ര ಗೊಂತುല്ല ആൾമാർ ആ സൈഡിലുള്ളവരും. എന്നിട്ടും ഇതാ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരു പലക ചൊല്ല അള്ളാഹു ഒരു മനുഷ്യക്ക് അല്ലെങ്കിൽ ഒരു കൗമുകു അള്ളാഹു സഹായിക്കറിച്ചൊന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ സോപ്പാട്ടങ്ങ് ആരുണ്ടാവില്ല. അത് അള്ളാഹുടെ പലക്കായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് പഠിപ്പാർത്തണ്ട. ഇൻ യൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വ ഇൻ യഖ്ദുൽകും ഫമൻ ദല്ലദി യൻസുറുകും മിൻ ബഅദി വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അള്ളാഹു സുബ്ഹാനഹു ചൊല്ലേ ഇൻ യൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും. അള്ളാഹു ഒരു മനുഷ്യകു അള്ളാഹു സഹായിക്കറച്ചൊന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എതിരായിട്ട് ആര് വിജയിക്കും സാധ്യമല്ലാണ്ട് അള്ള ചൊല്ലേ. നിങ്ങൾ ഓർത്തിന്നെങ്കും സമ ഓരാളിന്നെങ്കും സമ ഇടി ദുനിയാവ് എതിരായും സമ അല്ല നിക്ക് സഹായിക്കണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ
നിന്റെ എതിരായിട്ട് വിജയിക്കുക ഒരാളെ കൊണ്ട് സാധ്യമല്ല. ഇനി അതേ റബ്ബു നിന്റെ കൈവിട്ടെങ്കിൽ നിങ്ങൾ എത്ര ആളിൻ്റെങ്കും നിങ്ങൾ എന്ത് പാട്ടും സാധ്യമല്ല. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അള്ളാഹു സത്യവിശ്വാസിമാർ അള്ളാഹുടെ മേൽ ബലമേൽപ്പിക്കട്ടെ. ഏത് ഘട്ടത്തിൽ എല്ലാം കുടുങ്ങിയിട്ട് എല്ലാം ബന്ധായിട്ട് പോയാൽ എന്നിട്ട് അള്ളാഹുടെ പക്കലിലൂടെ നിരാശ വേണ്ട. എങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ അള്ളാഹു നിങ്ങൾക്ക് തെറു കാട്ടിടത്. പ്രവാചകന്മാർ പല ഘട്ടത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല കാട്ടിട. അങ്ങനെ ബദർ ചൊല്ല പക്കത്തിൽ ആ യുദ്ധം തുടങ്ങുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൊഫ് നിപ്പാട്ട് ആ യുദ്ധത്തിന് വേനായിട്ട് തയ്യാറാകുമ്പോൾ സ്വഹാബത്തെല്ലാം സൊഫ് നിൽക്കുന്നവർ. അങ്ങനെ യുദ്ധം തുടങ്ങുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവൻ്റെ വാഗ്ദാനത്തെ അള്ളാഹു പൂർത്തിയാക്കുക. അതായിട്ട് അള്ളാഹു സുബ്ഹാനഹു ചൊല്ലേ ഇത് യൂഹി റബ്ബുക ഇലൽ മലായികത്തി. അള്ളാഹു അവൻ്റെ മലായികക്ക് വഹീഡ് അള്ളാഹു കൊടുത്ത വിശുദ്ധ ഖുർആൻ ചൊല്ലേ ഇത് യൂഹി റബ്ബുക ഇലൽ മലായിക. ഞങ്ങൾ മലായികക്ക് വഹീ കൊടുത്ത അന്നീ മഅകും ഫസബ്ബിതുൽ ലദീന ആമനു പോറു നിങ്ങളെ കൂടെ നാനുല്ല. അള്ളാഹു സുബ്ഹാനഹു ചൊല്ലേ നിങ്ങൾ സത്യവിശ്വാസികളെ ഇസ്തിഖാമത്തിൽ നിപ്പാട്ടോറും. അങ്ങനെ ഇസ്തിഖാമത്തിൽ നിപ്പാട്ടോറും സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുബ. സത്യനിഷേധികളെ കൽബുകു നാനു ഭയത്തെ ഇട്ട് കൊടുക്കുറാൻട്ട് അള്ളാഹു സുബ്ഹാനഹു തആല. അങ്ങ് എത്ര വില സംഘയിക്കാട്ട് നിങ്ങൾ പോയിട്ട് സത്യവിശ്വാസിമാർ സ്ഥിരമായിട്ട് നിപ്പാട്ടോറും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല ആകാശത്തിൽ നിന്ന് തുടരായിട്ട് മലായിക്കിങ്ങ ഭൂമി ലോകത്തേക്ക് ഇറങ്ങരുത് അള്ളാഹുവിൻ്റെ റസൂൽ കാണരുത്. കാരണം അള്ളാഹുടെ വാഗ്ദാനം എത്തിക്കരുത്. അള്ളാഹു സഹായിക്കർ ചൊന്തു. അതല്ലേ ചൊന്നെ അള്ളാഹു തീരുമാനിച്ചെങ്കിൽ സഹായിക്കൂ. ആരെ കൊണ്ട് സോപ്പാട്ടോ സാധ്യമല്ല. എത്ര ബല ഭരണാധികാരി ദുനിയാവ് പറ്റ് അങ്ങനത്തെ അക്രമിയായ ഭരണാധികാരി ദുനിയാവ് പറ്റ്. നിങ്ങൾ ഗൊന്തില്ലേ മൂസാ നബി ഫിറഔന്റെ ചരിത്രത്തിൽ നോക്കിണ്ടായി ನಂಗೊಂದವಡು ಅನ ರಬ್ಬುಕುಮುಲ್ ಅಲಾ ಚೊಂತುಲ್ಲೆ ಫರೋವ ಚಕ್ರವರ್ತಿ ಅಲ್ಲೇ ಆನು ಮಕ್ಕಳ കൊന്നോണ്ടിന്നവನು. രണ്ട് വർഗം ഇന്ന് ഈജിപ്തിൽ ഒന്ന് കിബുത്തി വംശ പിന്നൊന്ന് ഇസ്രായേൽ വംശ. കിബുത്തി വംശത്തെ അങ്ങായിട്ടിക്കറ അധികാര വൈശ്യം ചിന്നെ അങ്ങായിട്ടിക്കറ അധികാരത്തുള്ള ആൾമാർ. ഇസ്രായേൽ വംശ അങ്ങ അതെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ഇസ്രായേൽ സന്തതി കടന്നു പണ്ട്. ഇസ്രായേൽ വംശ ഈജിപ്തില് അതെ ഈ ഭരണത്തുള്ള ആൾമാർ അങ്ങനെ അടിച്ചമർത്തൽപ്പെട്ടു ഇന്നോರು അങ്ങ് അധികാരത്ത് പറഞ്ഞില്ല. ഇസ്രായേൽ വംശത്തുക്ക് കിബുത്തി വംശത്തെ അങ്ങ് മാത്ര അങ്ങ് കോപ്തി വംശം ചൊല്ലോರು അങ്ങ് മാത്ര അധികാരത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രായേലിൽ പെട്ട് ഏതെങ്കിലും ഒരു ഉമ്മ ഒരു ആണിക്കിടെ അവിടെ പെത്തേണ്ടെങ്കിൽ അപ്പമ്മ കൊന്നു കഴിയും. കാരണം എന്തേ ഫിറോൺ ഒരു ഭയമായിത്തേക്കര് ഈ ആൺമക്ക ബെല്ലായിട്ട് പിന്നെ നക്കി എതിർത്തിട്ട് നിൽക്കോറും രണ്ട് അധികാരം പോവും. എന്തെങ്കിലും അള്ളാഹുടെ തീരുമാനം പേരുണ്ടോ? ഏതൊരു ഫിറഔൻ ആണ് മക്കളെ കൊന്നു കലിയാകാൻ ഓർഡർ ഉണ്ടാ അതേ ഫിറൗന്റെ കൊട്ടാരത്തേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു എത്തു പറ്റാം ഒരു ആണിക്കിടെ അവിടെ ചെറിയ ഫിറോ മൂസാ നബിയുടെ ഉമ്മ പെത്തിട്ടാകുമ്പോൾ അല്ലേ ഭയമായി തൈമകും. ഇപ്പൊ ഫിറൗന്റെ ആൾമാർ കണ്ടെങ്കിൽ ഇದ್ರ കൊന്നു കലിയും. അങ്ങനെ അള്ളാഹു ഉമ്മക്ക് വഹി കൊടുത്താ നീ അതൊരു പെട്ടിലാക്കിട്ട് ഈ പൊലയിൽ ಬಿಟ್ಟಿಟ್ಟು അങ്ങനെ ഫിറൗന്റെ ആൾമാർക്ക് ഇട്ട് ഫിറൗന്റെ ആൾമാർ ആ കിടവിടെ കൊല്ലില്ല. അപ്പം അവന്റെ ആൾമാർക്ക് അവിടെ കൊല്ലാന്ത് മൂസാ നബി ആ ചെറിയ കിടാവിടെ കൊല്ലാന്ത് അള്ളാഹു ആ മനസ്സങ്ക് കൊടുത്തില്ല. അള്ളാഹുടെ ഒരു തീരുമാനമുണ്ടു. അങ്ങനെ ആ കിടാവ് കൊട്ടാരത്തിಗೆ എത്തി ഫിറൗന്റെ പെഞ്ഞായി നോക്കರು ಇದ್ರೆ ನಂಗೆ ಬಲ್ತ ನಂಗೆ ಉಪಕಾರ ಪಡು ಚೊಂತು ಆ ಪೆಣ್ಣಿಗೆ ಚೊಂದುമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേ ഫിറൗന്റെ മേൽനോട്ടത്തായിട്ട് ബെല്ലായിട്ട് ಬಂಡೆ നോക്കರು. ഏതൊരു ഭരണാധികാരി എന്ത്ര ഓർഡർ കൊടുത്തന ಅದಕ್ಕೆ ಎದುರಾಯ್ತಿಕ್ರೆ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಆಲ ತೀರ್ಮಾನ ಇರ್ತಾರೆ. ಅದೈತಿಕ್ರೆ ಅಲ್ಲಾಹುಡೆ ತೀರ್ಮಾನವೇ ಈ ದುನಿಯಾவில் നടക്കರೆ. അവൻ എന്ത് തീരുമാനിച്ചാ അതേ ആയിട്ടിക്ರೆ കൃത്യമായിട്ട് നടക്കರೆ. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കണോ അല്ലാഹു സുബ്ഹാനഹു തആല ഈ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിജയം കൊടുത്ത അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കീങ്ങ ഈ യുദ്ധത്തിലെ ഒന്നാമത്തെ ആ യുദ്ധത്തിലെ അങ്ങ് മയ്യത്തായിട്ട് പോയോറും മരണപ്പെട്ടു പോയോറും അങ്ങ് നശിച്ചു പോയോറും. ഇവിടെ ഈ യുദ്ധത്തിൽ എന്ത് കയറ്റി പിന്നെ ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ സഹോദരന്മാരെ എന്ത് കയറ്റിക്ക യുദ്ധം നടന്നത്? ഇത് സമുദായ തിരിച്ചറിയണം. ചില ആൾമാർ ചൊല്ലോರು ഈ യുദ്ധം നടന്നരെ ഞങ്ങൾക്ക് ബദർ മൗലൂദ് ആക്കുക ചൊന്തു. സഹോദരൻ മനസ്സിലാക്കണോ എന്ത് കയറ്റിക്ക യുദ്ധം നടന്നത്? അവിടെ യുദ്ധത്തിൽ പറത്താകുമ്പോൾ അബൂജഹൽ അള്ളാഹുട്ടിಗೆ പ്രാർത്ഥിക്കറ അള്ളാഹു നീ ഞങ്ങൾക്ക് വിജയ തരണുണ്ട്. ഇവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കറ് അള്ളാഹു നീ ഞങ്ങൾക്ക് വിജയ തരണം. അള്ളാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയ കൊടുത്ത അബൂജഹൽ പരാജയ കൊടുത്ത. എന്തുകൊണ്ട്? അബൂജഹലിന്റെ വാദം എന്താ ചൊല്ലുണ്ടെങ്കിൽ അബൂജഹൽ ചൊല്ലേ നക്ക് അല്ല വേണു ലാത്ത വേണു ഉസ്സ വേണു മനാത്ത വേണു ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബി വേണു എല്ലാവരും വേണു. ഇടകളായിട്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാദ അള്ളാഹു മാത്രമേ മയ്യാവുനക്ക്. ഇത് കയറ്റിക്കൊരു യുദ്ധം നടന്നത് ഈ മാത്രം ചൊല്ലതുണ്ടല്ലേ ഇയ്യാക നഅ്ബുദു
വയ്യാക നസ്തഈൻ. അല്ലാഹുവേ നിന്റെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്ന, നിന്നൊട്ടിക്ക് മാത്രം ഞങ്ങൾ സഹായിക്കറ. ഈ മാത്ര ബീണോടെ അതില്ലാണ്ടായെങ്കിൽ, ആ മാത്ര ചൊല്ലത് ഇല്ലാണ്ടായെങ്കിൽ ഇങ്ങനത്തെ ഇടയാൾമാരെ സ്വീകരിക്കോ പണ്ട്. അങ്ങനെ ആ ബദർ യുദ്ധത്തില് ആ ബദരീങ്ങ ചൊല്ലുണ്ടായെങ്കിൽ ബദർ യുദ്ധത്തില് യുദ്ധാക്കിയ സ്വഹാബത്ത് ചൊല്ല് ബദരീങ്ങ അല്ലാണ്ട് വേറെ എന്താ ഒരു ബസ്തല്ലത്. ഇന്ന് സമൂഹത്തിൽ മുന്നിൽ അങ്ങനെ ആക്കി വെച്ചിട്ടു ബദരീങ്ങ ചൊന്നെങ്കിൽ യന്ത്രമാവൊരു ഒരു ബസ്ത് പോലെ ആയിട്ടിക്ക്, ഒരു സാമാൻ പോലെ അത് യന്ത്രമോറി. ഇത് അല്ല, ബദർ യുദ്ധത്തില് യുദ്ധാക്കിയ സ്വഹാബത്ത് ചൊല്ല് ബദരീങ്ങ അങ്ങ് ആട്ടിക്കയറ്റിക്ക് സഹായിക്കട്ടെ. ഇത് തസ്തഗീസൂന റബ്ബക്കും അങ്ങ് തങ്ങളുടെ റബ്ബുട്ടിക്ക് സഹായിക്കട്ടോറും. ആട്ടിക്കയറ്റിക്കര് ഈ 300 ചില്ലറ ആൾമാർ സഹായിക്കട്ടെ, റബ്ബുട്ടിക്കയറ്റിക്കര് അള്ളാഹുട്ടിക്കയറ്റിക്കര് സഹായിക്കട്ടെ. എന്തെങ്കിലും സഹോദരന്മാരെ ഉണ്ട് അത് നടന്നൊരു നോമ്പ് പോനേൽ അല്ലേ, ഹിജ്റ 2ാമത്തെ വർഷത്തിൽ നോമ്പ് പോനേൽ കയറ്റിക്കര് ഈ ബദർ യുദ്ധം നടന്നത്. എന്തെങ്കിലും ഞങ്ങളുടെ സമുദായത്തിൽ ചില സഹോദരന്മാർ അണ്ടത്തെ ജാവുലു ബദർ ഇങ്ങനെ ആണ്ട് ചൊന്തു ആചരണ ആക്കറോറും. ഒരു പ്രശ്ന സഹോദരന്മാരെ, ഹിജ്റ 2ാമത്തെ വർഷത്തിലല്ലേ ഈ യുദ്ധം നടക്കരുത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവിടെ ഹിജ്റ 11ാമത്തെ വർഷത്തിൽ. അപ്പോൾ ചുരുക്കത്തിൽ ഒരു 8 റമളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയത്. ബദർ യുദ്ധം നടന്നിട്ട് 8 റമളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കടന്നു വന്നത്. ഈ ഒരു ആണ്ട് നേർച്ച, ഇങ്ങനത്തെ ഒരു ആണ്ട്, ഇങ്ങനത്തെ ഒരു ആഘോഷ അത് ആക്കിരണ്ടായെങ്കിൽ ഒന്നാമത്തെ ഞങ്ങൾക്ക് ആറാക്കി കാട്ടണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ആ റസൂലുകളല്ലേ ആ സ്വഹാബത്തിക്ക് അത്ര പിരിസല്ലേ അല്ലേ, തൻ്റെ സ്വഹാബത്തിൽ അത്രമാത്രം പിരിസ വെച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കണ്ടേ. ബദർ യുദ്ധം നടന്നത് ഹിജ്റ 2ാമത്തെ വർഷം നടന്നത്. ഹിജ്റ 3ാമത്തെ വർഷപ്പെട്ട് ഹിജ്റ 3ാമത്തെ വർഷത്ത് അതേ ബദർ യുദ്ധം നടന്നത് റമളാൻ പോണേണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുത്തിതാ ഇണ്ട് ബദർ യുദ്ധം നടന്ന നാല് ബദരീങ്ങളെ പേരിൽ ഇതാ ഞങ്ങൾ ഒരു എന്തെങ്കിലും ആക്കി കൊടുക്കാച്ചൊന്തു ഒരു വണ്ടയുടെ അർത്ഥത്താ അല്ലെങ്കിൽ ഒരു ഈത്തപ്പല ദാന ആക്കിയതാ എവിടെയെങ്കിലും ഉണ്ടാ സഹോദരന്മാരെ? എവിടെയെങ്കിലും ഒരു ചരിത്രമില്ല ഉണ്ടാ സഹോദരന്മാരെ? ഇല്ല. ഒരു ചരിത്രം 8 റമളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം കഴിഞ്ഞു പോയിട്ട് ഇനി ഒരു റമളാനിലാവട്ടെ അള്ളാൻ്റെ റസൂൽ വേണ്ട, അള്ളാൻ്റെ റസൂൽ വഫാത്തായിട്ട് ആ സ്വഹാബത്തുള്ളവർ അവിടെ ബദരീങ്ങ ഉള്ളവരും ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബത്തുള്ളവരും അങ്ങ് പോലും ഇതാക്കിയവരാ. പിന്നെ എങ്ങനെയായിട്ട് അതായിട്ട് ഈ സമൂഹത്തിന്റെ കേക്കരേ, പിന്നെ എങ്ങനെയായിട്ട് ഈ ഒരു ആചരണ ദീനിപരമായിട്ട് പ്രതിഫലം കിട്ടരുത് ഞങ്ങൾക്ക്? എങ്ങനെയായിട്ട് ഞങ്ങൾക്ക് ഇത് കൂലി കിട്ടരുത്? അവിടെ ഇത് കൂലി കിട്ടതല്ല, ഇത് അള്ളാന്റെ പക്കൽ ശിക്ഷ കിട്ടിയ വിഷയത്തേക്കരുത്. അത് ഞങ്ങൾ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് അണ്ട് ജാവ് ഈ ബദർ മൗലൂദ് ഓതുറൂർ എന്തായിട്ട് ആ മൗലൂദിലുള്ളത് ഒരു 2-3 വിഷയത്തിൽ ചൊല്ലരാണ് സഹോദരൻ, എല്ലാ ചൊല്ലും ഞാൻ ഉദ്ദേശിക്കില്ല. ആ ബദർ മൗലൂദിൽ ഓതുറോറു ദാഹം വിശപ്പോ കൊടുമ തളർച്ചയോ തടിയിൽ മറലോ ജിൻ ശൈത്താൻ ചതിയാലോ ദേഹം മലഞ്ഞോ നീ പേരിനെ ചൊല്ലുകിൽ തീരും മുന മുമ്പേ ശിഫയാകുമെന്നോവർ. എന്തായിട്ട് അതിൽ ചൊല്ലേ? ദാഹം വിശപ്പോ കൊടുമ തളർച്ചയോ, നിങ്ങക്ക് ദാഹിക്കറാ, നിങ്ങക്ക് പശിയുണ്ടാ, അല്ലെങ്കിൽ തടി ഇങ്ങനെ തളർന്നിട്ട് പോയിടാ പ്രയാസം കൊണ്ട്. തടിയിൽ മറലോ ജിൻ ശൈത്താൻ ചതിയാലോ, ജിന്നിന്റെ ശൈത്താന്റെ ചതി തടിയിലുണ്ടാ. ദേഹം മുലഞ്ഞോ നീ പേരിനെ ചൊല്ലുകിൽ, ഏതെങ്കിലും ഒരു രൂപത്തിൽ നിന്റെ തടി ഉഷാറില്ലാണ്ടുണ്ടാ. അതെ, പേരിനെ ചൊല്ലുകിൽ തീരും മുന മുമ്പേ ശിഫയാകും എന്നോർ. നീ പേര് ചൊല്ലു. ആരെ പേര്? അള്ളാഹു ഉണ്ടല്ല. ബദരീങ്ങളെ ചൊന്ത് നീൻ ബിലി തീരും മുന മുമ്പേ ശിഫയാകുമെന്നവർ. നിന്റെ ബിലി തീർക്കും മുന്നോല എനിക്ക് ശിഫാവും. ഇത് പച്ച ശിർക്കല്ലേ സഹോദരന്മാരെ? ഇത് അള്ളാഹു സമന്മാരുണ്ടാക്കുന്നതല്ലേ? നേരെ കടകവിരുദ്ധല്ലേ? അണ്ട് ബദരീങ്ങ ഏതൊരു ഉദ്ദേശം ആർട്ടെങ്ങ സഹായിക്കട്ടോറു അതേ ബദരീങ്ങളെ പിടിച്ചിട്ട് സഹായിക്കട്ടുള്ളൂ. നേരെ മറിച്ചിട്ട് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബത്തിനെ നോക്കൂ. അങ്ങനെ ജീവിത ചരിത്രത്തിൽ പല ആൾമാർ സീക്ക് കൊണ്ട് അങ്ങ് മരണപ്പെട്ടു പോയറും. അങ്ങാട്ടെ ആ സീക്ക് പറമ്പ് പ്രാർത്ഥിച്ച്, ആ ബദരിങ് ആട്ട് സീക്ക് പറമ്പ് പ്രാർത്ഥിച്ച് അള്ളാഹുട്ടികല്ലേ റബ്ബുട്ടികല്ലേ എന്തെങ്കിലും ഊടെ ചൊല്ലേ ആ ബദരിങ്ങൾ നിങ്ങൾ ബിലിക്കോറു. ബിലി തീരും മുന മുമ്പേ ശിഫയാകുമെന്നവർ. ആറേറ്റിക്ക് ഞങ്ങൾക്ക് ശിഫ തണ്ടാവണം. നോക്കൊരു തൗഹീദിൽ 3 ഭാഗമുണ്ട്, നല്ല പോലെ മനസ്സിലാക്കണം. തൗഹീദ് അർ റുബൂബിയ, തൗഹീദ് അൽ ഉലൂഹിയ, തൗഹീദ് അൽ അസ്മാ സിഫാത്ത്. തൗഹീദ് അർ റുബൂബിയ ചൊന്നെങ്കിൽ ആകാശഭൂമിയിൽ എല്ലാത്തും സൃഷ്ടിയാക്കിയാവുന്നു അള്ളാഹു ചൊന്ത് വിശ്വാസം ಬೇಕಿದೆ. ഇത് ഭൂമിയിൽ സകല ബഹുഭൂരി മനുഷ്യന്മാർ വിശ്വാസം ಬೇಕಿರೋರು. ഒരു മുസ്ലിം ഒട്ടി കേട്ടെങ്കിൽ ആറേറ്റിക്ക് ആകാശഭൂമി പഠിച്ചു വന്നാൽ ചൊല്ലൊരു മേലൊർത്തുള്ളാൻ പേര് ഏതുവനെ ಬೇಕಟ್ಟങ്ങ മേലൊർത്തുള്ള അങ്ങ് ആരാധിക്കുന്ന 300 കോടി ചില്ലറ വിഗ്രഹത്തെ അങ്ങ് ചൊല്ലില്ല.
ആകാശ പഠിച്ചിട്ട് ഇന്നത് ആകാശ പഠിച്ച് ഇന്ന ദേവർ ചൊന്തങ്ങ് ചൊല്ലേ മേലൊരു തുള്ളാണ് കൈ കാട്ടുറോറ് ഒരു നസർ അണ്ടിക്കേറ്റും കൈ കാട്ടുറോറ് വേണ്ട മക്കത്ത് മുസ്ലിക്കിങ് പോലും ചൊന്നറോറ് ആ റൈറ്റിക്കർ അബൂജാൽ ആകാശഭൂമി പഠിച്ചത് അള്ളാഹു അങ്ങ് അംഗീകരിച്ചിറോറ് എന്നെങ്കിൽ അതുകൊണ്ട് ഒത്തര തൗഹീദ് വിശ്വാസം പൂർണ്ണമാവില്ല. രണ്ടാമത്തെ വിശ്വാസമുണ്ട് തൗഹീദ് അലുദൂഹിയ. എല്ലാത്തും സൃഷ്ടിയാക്കിയവനും പടച്ചവനും ഞങ്ങളെ നിയന്ത്രിக்கிறവನು അള്ളാഹു ചൊന്ത് നിങ്ങൾ അംഗീകരിக்கிறേണ്ടായെങ്കിൽ ആ അള്ളാഹു മാത്രം ഇട്ടിക്കൊണ്ടു എല്ലാ ഇബാദത്തെ നിങ്ങൾ സമർപ്പണ ആക്കണു. അതൈറ്റിക്കർ തൗഹീദ് ഉദൂഹിയ. ഊടെ ഇട്ടിക്കർ ആൾമാർ തപ്പിപ്പോയേ. അതൈറ്റിക്കർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ ഇലാഹ് ആരാധിക്കൽ പഡ്രവനായിട്ട് അള്ളാഹു മാത്രമേ. ಅದಕ್ಕೆ ಫಸ್ಟಿಗೆ ಉಂಡು ಲ್ಯಾಚ್ ಅಂತ ಅವರು ಅರ್ಫುಂಡು ಎಂದ್ರಟ್ಟಿಗೆ ಆ ಲ್ಯಾಚ್ ಒಳ್ಳೆ ಅರ್ಫು ನಂಗೆ ಸೂಚನೆ ತಂಡೆ ಇಲ್ಲ ಅಂಟು ಒನ್ನು ಇಲ್ಲ ಅಂಟು ಯಾವ್ದೋರು ಇಲ್ಲ ಅಂಟು ಇಲಾಹ ആരാധിക്കൽപ്പെടുന്നവനായിട്ട് ഇല്ലല്ല അള്ളാഹു അല്ലാണ്ട്. ഇത് തൗഹീദ് അൽ ഉലൂഹിയ. മൂന്നാമത്തെ ഭാഗ തൗഹീദ് അൽ അസ്മാ വ സിഫാത്ത്. അള്ളാഹു സുന്ദരമായ പേരും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട് ഫദ്ഉഹു ബിഹാ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുട്ട് ദുആ കറോ. അള്ളാഹു സമീ ആയിട്ടിക്കറ, അള്ളാഹു ബസീർ ആയിട്ടിക്കറ, അള്ളാഹു ഖാലിഖ് ആയിട്ടിക്കറ, അള്ളാഹു ഖഹാർ ആയിട്ടിക്കറ, അള്ളാഹു റാസിഖ് ആയിട്ടിക്കറ. ഇങ്ങനെ അള്ളാഹുടെ പേര് വിളിച്ചിട്ട് നിങ്ങൾ അള്ളാഹുട്ടിക്ക് പ്രാർത്ഥിക്കോറുണ്ട്. അഷാഫി ഇത് അള്ളാഹുടും പേരായിട്ടിക്കറും. എന്തായിരിക്കും ഷാഫി ചൊല്ലിട്ടായെങ്കിൽ സിഫത്ത് ഉണ്ടാവും. ഇത് അള്ളാഹു മാത്രമുള്ള ഗുണലക്ഷണം ആയിട്ടിക്കറ്, വേറെ ആർക്കും ഇല്ല. സിഫത്തന്റെ അഷാഫി സിഫത്തണ്ടാവും അള്ളാഹു ആയിട്ടിക്കറ ചൊന്തു. അത് അള്ളാഹു മാത്രമുള്ള ഗുണലക്ഷണ. ഈ സിഫത്തിനെ എടുത്തിട്ട് അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു പഠിപ്പ് വെച്ച് കൊടുത്തെങ്കിൽ അവിടെ ആയിട്ടിക്കറ് ശിർക്ക് വണ്ടി. അസ്മാഉൽ സിഫാത്തിൽ ശിർക്ക് വണ്ടി. ഉലൂഹിയത്തില് ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ആൾമാർ കൊടുക്കുമ്പോൾ ശിർക്ക് വണ്ട്. അതേപോലെ റുബൂബിയത്തില് അള്ളാഹു അല്ലാത്ത വേറെ ഒരാൾ ഈ ആകാശഭൂമിയിൽ പഠിച്ചൊന്ന് വിശ്വാസിച്ച് അവിടെ ശിർക്ക് വന്ന്. അപ്പോൾ ഊടെ ചൊല്ലി നോക്കോറോ നിങ്ങൾക്ക് എന്തായെങ്കിലും ശീക്കുണ്ടാ നിങ്ങൾ ബിലിക്കോറും ആരെ അള്ളാഹുടെ അല്ല ബദരിങ്ങളെ ബിലിക്കോറും ബിലിച്ചെങ്കിൽ ബിലി തീർക്കും മുന്നോളൂ ശിഫാടും. സഹോദരന്മാരെ ഈ ഫജ്ർ വെച്ചിട്ട് മഗ്രിബ് തോലിൽ അങ്ങ് നോമ്പിടിക്കില്ലേ അല്ലേ? ഇത് സ്വീകരിക്കില്ല. ഒന്നാമത്തെ മാനദണ്ഡല്ലേ ഈ തൗഹീദ് ഈമാൻ ഷഹാദ അല്ലേ? ഇതിൽ യാറോ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു അമലും പിന്നെ അള്ളാഹു സ്വീകരിക്കുവാണ്. എല്ലാം വ്യർത്ഥമായി പോയില്ലേ? അതേറ്റിക്ക് ഈ സമുദായത്തിൽ ഇതാ ദൂരല്ല സഹോദരന്മാർ, ആറ് ദൂരല്ല. ഇത് നന്മ കൊണ്ട് ചൊന്നിട്ടില്ല പല കൈത്തേക്കര്. ഇത് ആറ് ചൊല്ലേണ്ട നിങ്ങൾ ആറ് നോക്കണ്ട, ചൊല്ലേത് ഹക്കുണ്ടായി സ്വീകരിക്കോറോ. അത്രയായിട്ട് ഈ സമൂഹത്തിൽ ചൊല്ലുള്ളത് നന്മയോട് ചൊന്നിട്ടില്ലേ? എല്ലാ പ്രവാചകന്മാർ പ്രബോധനാക്കി പ്രബോധന ഇട്ടിക്കരുത്. അഫ്ലലുമാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖൗലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാനു നന്റെ കാണ്ടി മുതൽ കഴിഞ്ഞു പോയെ പ്രവാചകന്മാർ ചൊന്നതിൽ ഏറ്റവും അഫ്ലലായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 150 ವರ್ಷ തൻ്റെ കൗമു ചൊന്തു. അങ്ങ് അവസാന ഇങ്ങനെ മൂടിപ്പോയറുണ്ട്. എന്ത് നൂഹ് ഇത് ചൊന്നതേ ചൊല്ലേൻ അതേ ഉല്ലേ സഹോദരന്മാർ. ഈ നോമ്പ് അള്ളാഹു ഞങ്ങൾ സ്വീകരിക്കൊണ്ടായെങ്കിൽ ഈ ഇത്ര പ്രയാസം ഈ ചൂടുകോ ഈ ദാഹിച്ചിട്ട് ഈ ഇത്ര നോമ്പ് പിടിക്കൊണ്ടായെങ്കിൽ ഇത് സ്വീകരിക്കണം അള്ളാഹു സ്വീകരിക്കൊണ്ടായെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പൂർണ്ണമാവുന്നു. അതിൽ യാറ് കൂടി പറഞ്ഞു തീരാ തിന്തില്ല. ഇരയും പകലും ഏതോരു നേരത്തും എല്ലാ താലത്തിലും ഹാദിറാകുമെന്നോ അവർ. ഇരയും പകലും ജാവും പോലും ഏത് പക്കത്തിൽ നിങ്ങൾ വിളിക്കോറും ആരെ അള്ളാഹുടെ അല്ല ബദരീങ്ങളേണ്ടി വിളിക്കോറോ ഹാദിറാകുമെന്നോവർ. ഭാഗ്യത്തുക്ക് അതിലൊരു ഓവറുണ്ട്. കാരണം അത് അത്ര ഓവറായി ഒരു പലക്കമൈത്തിക്കറ്. സഹോദരന്മാരെ ആറൈത്തിക്കറ് എല്ലാം കേൾக்கிறവനും അള്ളാഹു എല്ലാം കാണ്ടവൻ ആറ്. ഇത് അള്ളാഹുടെ സിഫത്ത്. എന്തെങ്കിലും ഇരയും പകലും ഏത് ഭാഗത്തിൽ നീ വിളിച്ചെന്നെ ബദരീങ്ങ കേൾக்கிறோம். അപ്പൊ അള്ളാഹുടെ സിഫത്ത് ആർക്ക് വെച്ച് കൊടുത്തേ? ബദരീങ്ങൾക്ക് വെച്ച് കൊടുത്തേ. അതൈത്തിക്കറ് ഇലാഹ് ചൊന്ത് മൂർത്തിയാവണുണ്ടില്ല. ഞങ്ങൾ ഏതൊന്നൊരു ആശ്രയിക്രമ അത് ഞങ്ങൾ ഇലാഹ് മനസ്സിലാക്കണോ. ഒരു വിഗ്രഹ അല്ലെങ്കിൽ ഒരു കബൂറു അങ്ങനെ വേണ്ടിട്ടില്ല. ഇലാഹ് ചൊന്നെങ്കിൽ ഞങ്ങളെ പ്രയാസത്തെ കഷ്ടത സമയത്തിൽ ഞങ്ങൾ ഇലാഹായിട്ട് ആരെ ആശ്രയിക്കണം അത് ഞങ്ങൾ ഇലാഹ്. ഉദാഹരണം ഞാൻ ചൊല്ലേ, ഒരു കാലെടുക്കുമ്പോ യാ അള്ളാഹ് വിളിച്ചുണ്ടായെങ്കിൽ അത് അള്ളാഹു ഞങ്ങൾ ഇലാഹ് റബ്ബു ഞങ്ങൾ ഇലാഹ്. കാരണം എൻ്റെ മനസ്സു ഞാൻ എടിങ്കി പുള്ളി എൻ്റെ റബ്ബ് നോക്കിക്കൊണ്ടുള്ള കണ്ടോണ്ടുള്ള അറിഞ്ഞോണ്ടുള്ള അത് അള്ളാഹുടെ സിഫാത്ത്. ഞാൻ കാലെടിക്കുമ്പോൾ യാ മയ്യത്തീച്ചൊന്ന് വിളിച്ചുണ്ടായെങ്കിൽ ಇನ್ನೊರು ಇಲಾಹ್ ಬಂತವಡೆ ಇನ್ನೊರು ಆರಾಧ್ಯನ ಬಂತು. ಅದರರ್ಥ ಮೊಯ್ಯದೇಶಕ್ಕೆ ನನ್ನ ಕಂಡುಂಟುಂಡು അറിഞ്ഞുണ്ടുണ്ടു എന്നല്ലേ സഹോദരൻ മനസ്സിലാക്കണോ. അവിടെ ചൊന്നേ ലാ ചൊന്നെങ്കിൽ ഇല്ല ഇലാഹ് ആരാധിക്കൽപ്പെടുന്നവനോ ഇല്ലല്ല അള്ളാഹു ചൊന്തു എന്നെങ്കിൽ ഊടെ അള്ളാഹു അല്ലാത്ത പല ആൾമാരെ ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ടുള്ള പല ആൾമാരെ ആശ്രയിച്ചുകൊണ്ടുള്ള ഇരയും പകലും ഏതോ ഒരു നേരത്തും എല്ലാ താലത്തിലും ഹാലിറാകുമെന്നോ അവർ.
ഏത് പക്കത്തിൽ നിങ്ങൾ വിളിച്ചെങ്കിൽ അങ്ങ് ഹാലിരാവടോ. ഈ ബദരിങ്ങ അങ്ങനെ ചൊന്നോടോ സഹോദരന്മാരെ, എവിടെയെങ്കിൽ ഇത്ര പ്രയാസം അങ്ങ് അനുഭവിച്ചോ ആ ബദറിൽ അല്ലേ? പൈച്ച ബയറുമായിട്ടല്ലേ അങ്ങ് യുദ്ധാക്കിയേ, ആ റമലാൻ തിങ്കളിലല്ലേ യുദ്ധാക്കിയേ. ഇത് തസ്തഗീസൂന റബ്ബക്കും, അങ്ങ് തങ്ങളുടെ റബ്ബുട്ടിയല്ലേ ഇസ്തിഗാസാക്കിയേ, അങ്ങ് അള്ളാഹുട്ടികല്ലേ സഹായിക്കട്ടെ. അപ്പം അതൊക്കെ ഞങ്ങൾ ബദരിങ്ങളെ പിർസാക്കണം കണ്ടായെങ്കിൽ ഞങ്ങൾ ആട്ടി ദ്വാർക്കണോ, അങ്ങനെ മാതൃക ഞങ്ങൾ സ്വീകരിക്കണോ. അങ്ങ് ആട്ടിക്ക് ദ്വാർന്നോറോ ആ അള്ളാഹുട്ടിക്ക് മാത്രമേ ഞങ്ങൾ ദ്വാർക്കണോ. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അവസാനം ചൊത്തുന്ന എൻ്റെ പലക്കത്തിന് ഇപ്പാട്ടെ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൻആം അതിൽ 84, 85, 86 ഈ 3 ആയത്തിൽ അങ്ങ് നോക്കണു. പോനേൽ നബിമാരുടെ പേരെടുത്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പേര് അള്ളാഹു ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. അതിൽ പോനേൽ നബിമാരുടെ പേര് ഈ 3 ആയത്തിൽ കണ്ടിന്യൂ ആയിട്ട് എന്തായിട്ട് വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ കുല്ലൻ ഹദൈനാ വനൂഹൻ വഹദൈനാ മിൻ ഖബ്ലു വമിൻ ദുർരിയതിഹി ദാവൂദ വസുലൈമാന വഅയ്യൂബ വയൂസുഫ വമൂസ വഹാറൂന വകദാലിക നജ്സിൽ മുഹ്സിനീൻ വസകരിയ വയഹ്യ വഈസ വഇല്യാസ കുല്ലും മിനസ് സ്വാലിഹീൻ വഇസ്മാഈല വയസഅ വയൂനുസ വലൂത കുല്ലം ഫദ്ദല അലൽ ആലമീൻ. പോനേൽ നബിമാരുടെ പേര് ചൊന്ന സൂറത്ത് അൻആം 84, 85, 86 ആയത്ത്. ഈ ആയത്തിൽ പൂനേൽ നബിമാരുടെ പേര് തള്ളു சொന്ന അങ്ങ് സജ്ജനമാരായിട്ടിക്കണം, അങ്ങ് എല്ലാ മനുഷ്യന്മാരെ കണ്ടി അത്യുന്നതമായ മനുഷ്യന്മാരായിട്ടിക്കണം, അങ്ങ് സ്വാലിഹീങ് ആയിട്ടിക്കണം. ഇത് ചൊന്തു അതിന് കീഴല്ലാഹു ഉറപ്പിച്ച് ചൊല്ല വലവ് അശ്റകൂ. ശിർക്കിന്റെ ഗൗരവം മനസ്സിലാക്കണം. വലവ് അശ്റകൂ, ഈ മേൽ ചൊന്ന പോനേൽ പ്രവാചകന്മാർ നക്ക് ശരീക്കാക്കിണ്ടായെങ്കിൽ അല്ല ചൊല്ലേ അങ്ങ് ആക്കണങ്ങല്ല, അത്ര ഗൗരവല്ല ഞങ്ങൾക്ക് വെടിപ്പാട്ടന്നെ. വലവ് അശ്റകൂ, അങ്ങ് എന്തായെങ്കിലും നക്ക് ശരീക്കാക്കിനെ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അങ്ങ് എടുത്തതെല്ലാം ബാത്തിലായിട്ട് പോയിട്ട്. നമുക്ക് ഞങ്ങളെ പോലത്തെ സാധാരണ മനുഷ്യത്തെ അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ അള്ളാഹു സെലക്ട് ആക്കിയ പ്രവാചകന്മാരെ പേരെടുത്തിട്ട് അല്ല ചൊല്ലേ വലവ് അശ്റകൂ, ഈ ചൊന്ന ആൾമാർ. ഇത് ഈ പോനൽ നബിമാരല്ല, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് പ്രത്യേകത അല്ല ചൊല്ല വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ നിങ്ങൾക്കും നിങ്ങളെ കാണ്ടി മുന്നോൽ തങ്ങൾക്ക് ഞങ്ങൾ വഹി കൊടുത്തറ. എന്തായിട്ട് വഹി? നിങ്ങൾ എന്തായെങ്കിൽ നക്ക് ശരീക്കാക്കിണ്ടായെങ്കിൽ, ശരിക്ക് ചെന്നെങ്കിൽ ശിർക്കാക്കിണ്ടായെങ്കിൽ, പാർട്ട്ണർമാരെ കൊമ്പണ്ടായെങ്കിൽ ലയഹ്ബതന്ന അമലുക, നിങ്ങൾ അമൽ നിഷ്ഫലമായിട്ട് പോകുന്നു. ആട്ടു ചൊല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനർത്ഥ ആ റസൂൽമാർ നബിമാർ ശിർക്കാക്കിറങ്ങല്ല, ಅದರ ಗೌರವ ಅಲ್ಲಾಹು ನಂಗೆ ಪಡಿಪಾಡ್ತಾನೆ ಸಹೋದರന്മാരെ. അതുകൊണ്ട് മുസ്ലിം സമുദായമേ ഞങ്ങൾ മനസ്സിലാക്കണം, ഇത് നല്ലതല്ലേ സ്വന്തമായിട്ട് പല ആൾമാർ ചൊല്ലി പണ്ഡിതന്മാർ ചൊല്ലു ಅದಕ್ಕೆ ದುರ್ವ್ಯಾಖ್ಯಾನ കൊടുക്കുന്നവർ. എന്നിട്ട് ഈ സാധാരണ ആൾമാരിലല്ലേ അങ്ങൊക്കെ ഇതൊക്കെ നല്ലതിൻ്റെ ഉപയോഗിച്ചിട്ടാക്കരുത്. ഇതിലൊക്കെ കൂലി കിട്ടു, പ്രതിഫലം കിട്ടു. റമലാൻ പൂനെയിൽ വന്നപ്പ ബദരീങ്ങളെ പേരിൽ മൗലൂദും അതേപോലെ പയ്യെല്ലാം ആടെല്ലാം അറുത്തിട്ട് കറിയാക്കിയിട്ട് ഭക്ഷണം വിതരണാക്കിടും. അതേപോലെ കൊസിപ്പട്ടൻ, ಅದಕ್ಕೆ ನಾನು നേരത്തെ ചൊന്നെ ആ റൈറ്റിക്കർ കൊസിപ്പട്ട സ്വന്തമായിട്ട് സഹോദരന്മാരെ ആ കൂട്ടറിൽ ഞങ്ങൾ ഉൾപ്പെടുക തീരാ സഹോദരൻ. അണ്ട് ജാവുകു എല്ലാവരും തുല്ലെ ആഹ്ലാദിച്ചിട്ടും കൊസിപ്പട്ടിട്ടാകുമ്പോൾ ഇതൊക്കെ നല്ലതും ചൊന്തു പ്രതിഫല കിട്ടു ചൊന്തൈത്തിക്കർ ആൾമാറാക്കിട്ടുള്ളേ. ഇതൊക്കെ ഞങ്ങൾ ಹಿರಿಯಾಯ കാട്ടി തന്നതൈത്തിക്കർ ഞങ്ങൾ അബ്ബമാർ മുന്നോൽ തങ്ങളെല്ലാം കാട്ടി തന്നെ. അതൊക്കെ ഞങ്ങൾക്ക് വിട്ടുനിക്കോ അവിടെ അങ്ങെല്ല നരകത്തുക ചൊന്തു പ്രശ്ന കേൾക്കറങ്ങുള്ളവർ എന്തെങ്കിലും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അഹ്സാബിലു 66, 67, 68 ആയത്തിൽ അല്ലാഹു ചൊല്ലുക വയൗമ തുഖല്ലബു വുജൂഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അതാന അല്ലാഹു വഅതാന റസൂൽ. നാളെ ഇത്തരത്തിലുള്ള സത്യനിഷേധികളെ മൊഗ നരകത്തിൽ ഇങ്ങനെ അടിമേലാവുടെ സന്ദർഭത്തിൽ അങ്ങ് ചൊല്ലൊരു യഖൂലൂന ചൊല്ലൊരു യാ ലൈതനാ അതാന അല്ലാഹു വഅതാന റസൂൽ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതായിട്ടിക്കಂತ എന്ന് ചൊല്ലൊരു വഖാലു റബ്ബന ഇന്ന അതാന സാദതന വകുബറാഅന ഫഅദല്ലൂന സബീല. അല്ലാഹുവേ ഞങ്ങൾ ചില സാദാത്തുമാരും ഞങ്ങൾ ಹಿರಿಯಾയങ്ങളും ഞങ്ങൾ പിൻപറ്റിയ പ്രമാണം നോക്കില്ല. അല്ലാഹുവേ അങ്ങ് ചൊന്നത് വേദവാക്യാണ്ട് ഞങ്ങൾ സ്വീകരിച്ച ഒരു രൂപത്തില്ലേ അല്ല നീനെന്ത് ചൊന്നെ നിന്റെ റസൂൽ എന്ത് ചൊന്നെ അതൊന്നും ഞങ്ങൾ പരിശോധനക്ക് പോയില്ല, അതൊന്നും ഞങ്ങൾ നോക്ക് പോയില്ല. അതുകൊണ്ട് റബ്ബന ഇന്ന അതാന ഞങ്ങൾ അനുസരിച്ച അതാന ചൊന്നെ അനുസരിച്ച സാദത്തന ഞങ്ങളെ ചൊല്ലെ സാദാത്തുമാരെ ചില പണ്ഡിതന്മാരെ അതേപോലെ കുബുർആന ഞങ്ങൾ ಹಿರಿಯಾയങ്ങളെ വലിയ ആൾമാരെ ഞങ്ങൾ അനുസരിച്ച ഫഅദല്ലൂന സബീല അങ്ങനെ ഞങ്ങൾ തീർത്തപ്പെട്ടവർ. എവിടെ ചൊല്ലിയത്? നരകത്തിൽ ചൊല്ലി. ദുനിയാവിൽ ഞങ്ങൾ ചൊന്ന എന്തിരെ ഇങ്ങനെ പ്രമാണമില്ലാണ്ട് ഒന്നും അനുസരിക്കണ്ട,
അത് ഞങ്ങൾ ജഹന്നം കയറ്റി കൊടുക്കും. കാരണം ഇസ്ലാം ദീനിന് ഒരു കാഴ്ചപ്പാടുണ്ട്. ഇസ്ലാം ദീനിൽ ഒരു പുണ്യத்துக்கு പ്രതിഫലം കിട്ടണമെങ്കിൽ അത് അള്ളാഹു റസൂൽ പഠിപ്പാടി തന്നിട്ട് വേണു. അള്ളാഹു റസൂൽ പഠിപ്പാടി തരത്ത് ഒരു വിഷയത്തും ഇസ്ലാമിൽ പുണ്യം ഇല്ല. ബദലായിട്ട് അള്ളാൻ്റെ പക്കൽ ശിക്ഷയായിട്ട് ദീൻ്റെ വിഷയം ചൊല്ലേ. ഇപ്പോൾ അവ ಕೆಟ್ಟಂಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്ത പോലത്തെ മറത്തെ അവയത്തിൻ്റെ അപ്പം ഞങ്ങൾ അതേ അതല്ല, അത് ആദിയായ കാര്യ. രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം. ദീൻ്റെ കാര്യ അതേപോലെ ദുനിയാപരമായ കാര്യ അല്ലേ. ഇപ്പോൾ ഞങ്ങൾ റാവുത്ത് ബിൽഡിംഗ് കെട്ടറ ഇങ്ങനത്തെ സ്ലാബ് കെട്ടറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി ഇങ്ങനെ ಇಂತ ഇല്ല. അപ്പോൾ നബിര ആ പള്ളിയെ ഞങ്ങൾ വിടಬೇಕಾ? അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബദലായിട്ട് ദീൻ്റെ വിഷയത്തിൽ ഒരു പുണ്യ കിട്ട് ചൊന്തു ഒരു മനുഷ്യൻ ആക്രണ്ടായെങ്കിൽ ಅದಕ್ಕೆ അള്ളാഹു റസൂലിൻ്റെ ഇത് പെർമിഷൻ വേണം, ആ പ്രമാണം വേണം എന്ന് തങ്ങ സബിക്രോർ അവിടെ ആരെ ഈ സാദാത്തുമാരും ഈ ബില്ലായ എരിയായങ്ങളെ സബിക്രോർ റബ്ബന മിനൽ അദാബി അള്ളാഹുവേ അങ്ങനെ ഡബിളായിട്ട് നീ ശിക്ഷിക്കണം. ഈ നരകത്തിലെത്തിയ ഈ പാവപ്പെട്ട ആൾമാർ ഇങ്ങ തെറുത്തപ്പോ കാരണമായ ഈ സാദാത്തുമാരും ഹിരിയായങ്ങളും ഇങ്ങ സബിക്കിற അവിടെ റബ്ബന ಏನಂಗಲ ರಬ್ಬೆ ಆತഇಮ್ ಲೈಫೈನಿ ಡಬ್ಬಲೈಟ್ ಇಮ್ಮಡಿಯೇಟ್ ಮಿನಲ್ ಅದಾಬಿ ಅಂಕ ಶಿಕ್ಷಕರಲ್ಲ ಅನ್ನಹum ಲഅನನ್ ಕಬೀರ അങ്ങനെ അത്യുഗ്രമായിട്ട് നീ ശപിച്ചു വിടും അല്ലാഹുവേ. കാരണം ഈ തീയിൽ കത്തുക അങ്ങ് കാരണം ഞങ്ങൾ അതിലൊന്ന് കേട്ട് അനുസരിച്ച ഈ ജഹന്നം വന്നെത്ത. അപ്പോൾ ഈ ഒരു സ്ഥിതി ഞങ്ങൾ എത്തുക തീര. അപ്പോൾ ഇസ്ലാമിൽ ഏതൊരു അനുഷ്ഠാനം ആക്കണമെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിട്ട് ഞങ്ങൾക്ക് സ്ഥിരപ്പെടണോ. അത് സ്വഹിയായ ഹദീസിൽ സനദോട് കൂടി കൃത്യമായ ഒരു ദുഅഫ് ഇല്ലാണ്ട് ഒരു ദുർബലത ഇല്ലാണ്ട് ഹദീസിലൂടെ കൃത്യമായിട്ട് ഞങ്ങൾ കിട്ടേണ്ടെങ്കിൽ ഞങ്ങൾ അമൽ എടുക്കാം. അല്ലാണ്ടെങ്കിൽ അത് എത്ര വലിയ ആൾ ചൊന്നെങ്കിൽ അള്ളാൻ്റെ റസൂൽ ചൊന്നേ ഫഹുവ റദ്ദുൻ തിരസ്കാരാക്കി വിടോರು. അതുകൊണ്ട് ഇങ്ങനത്തുള്ള ഈ ഒരു ആചരണക്ക് ഇസ്ലാമിൽ യാതൊരു രൂപത്തിൽ അടിസ്ഥാനം ഇല്ല, പ്രമാണമില്ല. ഇത് കൂലി കിട്ടല്ല, ഇത് ജഹന്നമ് കയറ്റിക്ക് ഞങ്ങൾ കൂട്ടുപൊന്നിച്ചുള്ള വാസ്തവികത്തെ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ മനസ്സിലാക്കണു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കിടെ ഹക്കായിട്ട് മനസ്സിലാക്കുകയും ബാത്തിലായിട്ട് വിട്ടുവിടുക അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ നമ്മത്തിൽ ശിർക്കൻ വിശ്വാസത്തിൻ്റെ അള്ളാഹു ഈ സമുദായത്തെ അള്ളാഹു കാത്ത് സലാമത്താക്കട്ട്. മരിക്കുമ്പോൾ ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാ കലിമത്ത് തൗഹീദ് ചൊന്ന് മരിക്കൂ. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, ഇன்று ഞങ്ങൾക്കൊന്ന് ഞങ്ങൾ ചുറ്റുപാടിലും അതേപോലെ പല റായത്തിലും എൻ്റെ മുസ്ലിമിങ് എത്ര പീഡന പ്രയാസം അനുഭവിച്ചിട്ടുള്ളവർ സഹോദരന്മാരെ, അതുകൊണ്ടായിട്ട് ഇത് ചൊന്നിട്ടില്ലേ ഈ തൗഹീദ് അംഗീകരിച്ചിട്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആ നബിമാരെ മേൽ വിശ്വാസം വെച്ച അന്യായന്മാർക്ക് അങ്ങനെ അങ്ങനത്തെ ഉള്ള സന്ദിഗ്ധഗത്ത പറയുമ്പോൾ അള്ളാഹു ഞങ്ങൾക്ക് സഹായിച്ചു കൊടുത്താൽ അതേപോലെ ഞങ്ങൾക്ക് സഹായിക്കിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പല്ലിലുൾകൊല്ല മുവാഹിദീങ്ങൾക്ക് ഞങ്ങൾക്ക് ഓരോരോ ബാധ്യത ഉണ്ട്. ഇത് ഈ ആൾമാർക്ക് എത്തുപാട്ടാണ്. അങ്ങ് എന്ത് പ്രയാസത്തട്ട് ഞങ്ങൾ എന്ത് പിന്നെ ചൊല്ലട്ട് ജമാഅത്തിൽ നിന്ന് എവിടെ പിന്നെ ഭർത്തിരെ തൊന്തരയില്ല ഈ ഹക്കിട് ഞങ്ങൾ ചൊല്ലണം. കാരണം മരിക്കുന്ന നേരത്തോളം ഈ ആദർശത്തിൽ ഞങ്ങൾ വേണം. കാരണം മരിക്കുന്ന നേരത്തോളം ലഖിനൂ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകൊല്ല ഒരേ ഒരു ആദർശ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തിക്കരുത്. ಅವ್ರ തോലും ഇതിൽ കടുക് മണിരത്ര ಯಾರು ಕೊಡಿ ಬರತ್ತವಲ್ಲ ಸೂಕ್ಷಿಕೊಂಡು ഞങ്ങളുടെ ജീവിതത്തിൽ എന്നിട്ട് ഇതിൽ ആൾമാർക്ക് എത്തുപാട്ട വലിയ ജവാബ്ദാരി ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുടെ ദീനിಗೆ പണിയെടുക്കൂ. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിക്ക് ഇസ്സത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. ജമ്മത്തെ ആൾമാർ ഹോസ്പിറ്റലിലും മൗത്തിലുമായിട്ട് സീക്ക് കൊണ്ട് പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ട് കൊണ്ട് അനുഭവിച്ചിട്ടുള്ള ഷാഫിയ റബ്ബോ അവൻ്റെ കുതിരത്ത് കൊണ്ട് എല്ലാവർക്കും പരിപൂർണമായ ആരോഗ്യത്തെ ശിഫത്തെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഈ റമളാൻ തിങ്കളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ പ്രതിഫലത്തെ വെച്ചിട്ടാണ് ആ പ്രതിഫലത്തെ പൂർണ്ണമായിട്ട് നേടിയെടുക്കേ യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.